കഞ്ചാവ് നൽകാത്തതിന്റെ പേരിൽ 65 വയസ്സുകാരിയായ സ്ത്രീയോട് കാട്ടിയ ക്രൂരത താക്കോൽ കൊണ്ടായിരുന്നു. ഇത് സംഭവം നടന്നത് കൊല്ലം അഞ്ചൽ കരുകോണിലാണ്. കഞ്ചാവ് വാങ്ങാൻ വന്ന യുവാവ് വിൽപ്പനക്കാരിയായ സ്ത്രീയോട് കഞ്ചാവ് ആവശ്യപ്പെടുകയും കഞ്ചാവിന്റെ പണം നൽകുകയും ചെയ്തു. എന്നാൽ അല്പം കഴിഞ്ഞ് വരാനായി കഞ്ചാവ് വിൽപ്പനക്കാരിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞതായിട്ടാണ് യുവാവ് പറയുന്നത്. എന്നാൽ അല്പനേരം കഴിഞ്ഞ് എത്തിയപ്പോൾ കഞ്ചാവ് നൽകാമെന്ന് പറഞ്ഞിരുന്ന സ്ത്രീ കഞ്ചാവ് നൽകിയില്ല, പണവും തിരികെ നൽകിയില്ല. ഇതിൽ ക്ഷുഭിതനായിട്ടുള്ള യുവാവ് കഞ്ചാവ് വിൽപ്പന കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കരുകോൺ സ്വദേശിനിയായ 65 വയസ്സുള്ള കുലുസം ബീവിയെ താക്കോൽ കൂട്ടം കൊണ്ട് തലയ്ക്കും മുഖത്തും അതിക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി കുത്തേറ്റ് വീണ കുലുസം ബീവിയെ ബന്ധുക്കളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ കുലുസം ബീവിയുടെ പരാതിയിൽ അന്ന് തന്നെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ കൃത്യം നിർവഹിച്ച ഒഴുകുപാറയ്ക്കൽ സ്വദേശിയായിട്ടുള്ള 23 വയസ്സുള്ള സാജിദ് ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒഴുകുപാറയ്ക്കൽ അടുത്തുള്ള സാജിദിന്റെ വീട്ടിനടുത്ത് നിന്നാണ് സാജിദിനെ അഞ്ചൽ പോലീസ് പിടികൂടുന്നത്. ഈ കഴിഞ്ഞ 10-ാം തീയതി 1 മണിയോട് കൂടിയാണ് കരുകോണിലെ കുലുസം ബീവിയുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയത്. അറസ്റ്റിലായ സാജിദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അഞ്ചൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ കുലുസം ബീവി നിരവധി കഞ്ചാവ് വിൽപ്പന കേസുകളിലും നിരവധി കഞ്ചാവ് കേസുകളിലും ശിക്ഷ അനുഭവിക്കുകയും കേസിന്റെ വിചാരണ നടന്നു വരികയുമാണ്. കരുകോൺ മേഖലയിൽ എക്സൈസും പോലീസും രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള സിനിമ ന്യൂസ്.